ആദ്യ +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അവസരം ലഭിക്കാതെ പുറത്തു നിൽക്കുന്നത്. സീറ്റ് പ്രതിസന്ധി രൂക്ഷമായ മലപ്പുറത്ത് 16,889 അപേക്ഷകരിൽ 6,999 പേർക്ക് മാത്രമാണ് അവസരം ലഭിച്ചത്. മലപ്പുറത്തിന് ശേഷിക്കുന്നത് വെറും 89 സീറ്റുകൾ മാത്രമാണ്. ആദ്യ +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അവസരം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ പ്രവേശനം നേടാം. നാളെ വൈകുന്നേരം 4 മണി വരെയാണ് പ്രവേശനത്തിനുള്ള അവസരം. വിവരങ്ങളുമായി അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി, വെരി ഗുഡ് മോർണിംഗ്. ഈ എത്ര വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കുക നമ്മളുടെ കണക്കിൽ? അരുൺ, നിലവിൽ ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം 27,417 വിദ്യാർത്ഥികൾ കൂടി ഇനി പ്രവേശനം നൽകാനുണ്ട് എന്നുള്ളതാണ്. അതിൽ 22,729 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്ത് ആകെ ടോട്ടൽ സർക്കാർ കണക്ക് പ്രകാരം. പക്ഷേ ഇതിന് ഏറ്റവും പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളെല്ലാം തന്നെ തെക്കൻ കേരളത്തിലാണ് എന്നുള്ളതാണ്. വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ മലപ്പുറവും കോഴിക്കോടും പാലക്കാടും ഉൾപ്പെടെയുള്ള ജില്ലകളൊക്കെ തന്നെ അതിരൂക്ഷമായ സീറ്റ് പ്രതിസന്ധി അനുഭവിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. 16,879 വിദ്യാർത്ഥികളാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ നൽകി സർക്കാർ കൺഫേം ആക്കിയ അപേക്ഷകളുടെ എണ്ണം 16,879 അതിൽ 6,999 പേർക്ക് അവസരം ലഭിക്കുകയും ചെയ്തു. പക്ഷേ ശേഷിക്കുന്ന 9,880 വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ പുറത്തു നിൽക്കുകയാണ്. 9,880 വിദ്യാർത്ഥികൾ. പക്ഷേ ജില്ലയിൽ ഇനി ശേഷിക്കുന്നത് വെറും 89 സീറ്റുകൾ മാത്രമാണ്. സ്വാഭാവികമായും 9,800-ലധികം വരുന്ന വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷവും അഥവാ ആദ്യഘട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷവും പുറത്തു നിൽക്കുന്നു എന്നതാണ് സാഹചര്യം. സമാനമായ സാഹചര്യം തന്നെ പാലക്കാടും കോഴിക്കോടും ഉണ്ട് എന്നുള്ളതാണ്. പാലക്കാട് 1,107 സീറ്റുകൾ ശേഷിക്കുമ്പോൾ 5,490 വിദ്യാർത്ഥികളാണ് സീറ്റിനായി കാത്തിരിക്കുന്നത്. കോഴിക്കോട് 1,598 സീറ്റുകൾ ശേഷിക്കുമ്പോൾ 3,848 വിദ്യാർത്ഥികളാണ് സീറ്റ് കാത്തിരിക്കുന്നത്. അഥവാ +1 അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ സ്വീകരിച്ചാൽ തന്നെ മലപ്പുറം ഒഴികെ എവിടെയും സീറ്റ് പ്രതിസന്ധി ഉണ്ടാവില്ല എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ അവകാശവാദം. പക്ഷേ ആദ്യ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷകൾ കഴിഞ്ഞിട്ടും അതിൻ്റെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും പാലക്കാടും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും മലപ്പുറവും എല്ലാം സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ തന്നെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അൺഎയ്ഡഡിലടക്കം താൽക്കാലിക അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെയും നോൺ ജോയിനിങ് വിദ്യാർത്ഥികളെയും വെട്ടിമാറ്റിയ ശേഷം അപേക്ഷ ക്ഷണിച്ചിട്ടാണ് ഇത്രയും വിദ്യാർത്ഥികൾ സീറ്റ് പ്രതിസന്ധി നിൽക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ചിത്രം എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ രൂക്ഷമായ സീറ്റ് പ്രതിസന്ധി മലബാറിൽ അനുഭവിക്കുന്നു എന്നതാണ്. അതേസമയം തന്നെ മലബാറിൽ 10,18,000-ഓളം വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ 12,000-ലധികം വരുന്ന സീറ്റുകൾ തെക്കൻ കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അരുൺ, അഷ്കറെ, ഒരു പ്രേക്ഷകൻ പറയുന്നു ഇല്ലാത്ത ഒന്ന് ഉണ്ടെന്ന് തോന്നുന്നത് ഒരു അസുഖമാണ് എന്ന് പറയുന്നുണ്ട് +1 സീറ്റിൻ്റെ കാര്യത്തിലാണ്. അഷ്കർ, ഒരു സംശയം കൂടി. അപ്പോൾ ഇനി ഈ 10,000-ഓളം വിദ്യാർത്ഥികൾക്ക് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലെ പ്രവേശനം നേടിക്കഴിഞ്ഞാലും അവർക്കിനി എന്താ മുൻപിലുള്ള സാധ്യതകൾ? അരുൺ, മലപ്പുറം ജില്ലയിൽ ഇനി ശേഷിക്കുന്നത് മാത്രം ഈ 10,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ശേഷിക്കുന്നത് മാത്രം 89 സീറ്റുകൾ മാത്രം. സ്വാഭാവികമായും ഇനി രണ്ടാം ഘട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൂടെ അവർക്ക് അവസരം നൽകാൻ സർക്കാർ ഒരിക്കലും സാധിക്കില്ല. സ്വാഭാവികമായും അവർക്ക് അധിക ബാച്ചുകൾ അനുവദിച്ചാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് മെറിറ്റിൽ പഠിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയുള്ളൂ. പക്ഷേ സർക്കാർ ഇപ്പോഴും കാത്തിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ വിദ്യാർത്ഥികൾ അൺഎയ്ഡഡിലോ അല്ലെങ്കിൽ ഓപ്പൺ സ്കൂളിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ പോയി ചേർന്നുകൊണ്ട് പരമാവധി അപേക്ഷകരുടെ എണ്ണം കുറയട്ടെ എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആദ്യം 3 ഘട്ട അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചവർ തന്നെയാണ് വീണ്ടും സപ്ലിമെൻ്ററിൽ പുതിയ അപേക്ഷ നൽകുന്നത്. ഇനി സ്വാഭാവികമായി രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനും പുതിയ അപേക്ഷ ആവശ്യപ്പെടാനാണ് സർക്കാർ സാധ്യക്കാരൻ. കഴിഞ്ഞ വർഷവും രണ്ടാം ഘട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതുതായി അപേക്ഷ ക്ഷണിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അപേക്ഷയുടെ എണ്ണത്തിൽ പരമാവധി എണ്ണം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാർ സ്വീകരിക്കുന്ന ഒരു നിലപാട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ലഭിച്ച വിദ്യാർത്ഥികൾ പോലും അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയമോ വിദ്യാലയമോ ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ അഡ്മിഷൻ നേടാതിരിക്കും. പക്ഷേ ഈ അഡ്മിഷൻ നേടാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനിയൊരു ഘട്ടത്തിൽ അപേക്ഷിക്കാനുള്ള അവസരം സർക്കാർ നൽകുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെ വിദ്യാർത്ഥികളെ അപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി സീറ്റ് പ്രതിസന്ധി ലഘൂകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന അടവ് തന്ത്രം. പക്ഷേ അത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ നീതി ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടർ ശഠിക്കുന്നത്. റിപ്പോർട്ടർ തുടക്കം മുതൽ തന്നെ ഈ വാർത്തയിൽ കുട്ടികൾക്കൊപ്പമുണ്ട്. തീർച്ചയായിട്ടും ആ സീറ്റ് ക്ഷാമം പരിഹരിക്കുന്നതുവരെ റിപ്പോർട്ടറിൻ്റെ ഈ വാർത്താ സംഘം അഷ്കറും മുബഷീറും ഈ വാർത്തയ്ക്ക് പിന്നിലുണ്ടാവും.